അത് ഷോക്ക് അടിച്ചായിരുന്നോ? ആ സ്വിച്ച് ഓൺ ആണെങ്കിൽ ഒന്ന് പറയാറുന്നില്ലേ? അത് പറയാൻ നോക്കിയപ്പോഴല്ലേ മിണ്ടി പോവരുതെന്നും പറഞ്ഞ് എന്നെ തിന്നാൻ വന്നത്. ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ടുവരാം, അതാവുമ്പോ ഷോക്ക് അടിക്കില്ല. പോടി പോ, എന്റെ കൺമുമ്പിൽ എവിടെയെങ്കിലും പോ. രാഹുൽ എന്ന് പറയുന്നവനല്ലേ അന്വേഷിച്ചത്? ആ അതെ. ആളെ മനസ്സിലായോ? മനസ്സിലായി. ദേ, ആ വീട്ടിൽ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അതാരുടെ വീടാ? അവന്റെ വകയിലേതാ ബന്ധു എന്നാ പറഞ്ഞത്. പുള്ളി വെറും തരികിടയാണ്. ഒരുപാട് പോലീസ് കേസൊക്കെ ഉള്ളതാ. ആ ഉണ്ട്, അങ്ങനെയാ കേട്ടത്. നിങ്ങളുടെ ആരെ അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്? ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ചേച്ചിയാ. അവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ശരിക്കും അന്വേഷിച്ചിട്ട് വേണ്ടേ അവന്റെയൊക്കെ കൂടെ പറഞ്ഞു വിടാൻ. ഇതങ്ങനെ സംഭവിച്ചതല്ല. ഓ, ഒളിച്ചോട്ടമാണല്ലേ. ഇതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു കുഴപ്പം. കാണാൻ ഭംഗിയൊന്നും വേണ്ട, കുറച്ച് കാശുണ്ടായിരുന്നാ മതി, അവന്റെ പിന്നാലെ അങ്ങ് പോയിക്കോളൂ. അതിനുവേണ്ടി അച്ഛനും അമ്മയും വേണ്ടെന്നും വയ്ക്കും. മക്കളുള്ളവരാണെങ്കിൽ ഒന്നുകിൽ എന്നെ ശ്വാസം മുട്ടിച്ചോ കിണറ്റിലെറിഞ്ഞോ കൊന്നുകളയും. ഭർത്താവിന് വിഷം കൊടുക്കും. ദിവ്യ അങ്ങനെയുള്ള ഒരാളല്ല. അവനെ വിശ്വസിച്ച് കൂടെ പോയതാണ്. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. രാഹുലിനെ പോലുള്ള ഫ്രോഡുകളെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഇവിടെ കണ്ട നാളെ അവനെ കാണുന്നത് ഉഗാണ്ടയിലായിരിക്കും. ദേ, ആ വരുന്നവനെയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? നീ എവിടെ? ഇത് ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. ദേ, ആ നിൽക്കുന്നവനല്ലേ? അതെ. ഇപ്പൊ പോയി കൈയോടെ പിടിച്ചോ, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നോക്കിയാ മതി. നത്തോലി പാടാ. സാറേ, സുഖാണല്ലോ അല്ലേ? ആരാ നിങ്ങള്? സാറ് ഞങ്ങളെ ഇത്ര വേഗം മറന്നോ? മറക്കാൻ നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. സാർ ഒരിക്കൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. ഏത് വർക്ക്ഷോപ്പില്? അത് ശരി. സാറിന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അല്ല, എന്റെ കല്യാണം? സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ദിവ്യ സാറിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യമെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദിവ്യയുടെ വീട്ടുകാർക്കൊക്കെ ആദ്യം എതിർപ്പൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. സാർ ധൈര്യമായിട്ട് ദിവ്യയെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം വീട്ടിലേക്കൊന്ന് ചെല്ല്. അവരെല്ലാം ദിവ്യയെ കാണാത്തതിന്റെ വിഷമത്തില. ദിവ്യക്ക് സുഖം തന്നെ അല്ലേ? സാറിപ്പോ എവിടെ താമസിക്കുന്നേ? ദിവ്യയുടെ വീട്ടുകാർ അവിടേക്ക് വരും. സാറേ, സാറേ എവിടെ ദിവ്യ? താമസം എവിടെ സാറേ? സാറേ, സാറേ ഒന്ന് പറഞ്ഞിട്ട് പോ സാറേ. സാർ, അതെന്താണ് അയാൾ മറുപടി ഒന്നും പറയാതെ പോയെ? സ്ഥലം പറഞ്ഞ പോലീസിനെ വിവരം അറിയിക്കുന്നു തോന്നിക്കാണും. പക്ഷെ സത്യം വിവരം അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വിളിക്ക്, സത്യം വിളിച്ച് കാര്യം പറ. നീ പറ. കുരുവി പറയടാ. സത്യ, ഞങ്ങൾ രാഹുലിനെ കുറിച്ച് അന്വേഷിച്ചു. എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ? അതൊക്കെ ഞങ്ങൾ കൈയോടെ പിടിച്ചു. അതെയോ? അവൻ ചേച്ചി എവിടേക്കാ കൊണ്ടുപോയിരിക്കുന്നേ? അവരെവിടെയാ താമസിക്കുന്നേ? ഒന്നും പറഞ്ഞില്ല. ഇല്ലേ? നിങ്ങൾ എങ്ങനെയാ കണ്ടേ? ഞങ്ങൾ രാഹുലിനോട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അവൻ ഞങ്ങളുടെ മുമ്പിൽ നിന്നും ബൈക്കിൽ കയറിപ്പോയത്. അതിന്റെ അർത്ഥം
അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് പറയില്ല എന്നാണ്. ആർക്കറിയാം? അതല്ലെങ്കിൽ അയാൾക്ക് ദിവ്യയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാവും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നത്? ചേച്ചി അവന്റെ കൂടെ പോയതിന് തെളിവില്ലേ? ഒരു കത്ത് മാത്രമല്ലേ ഉള്ളൂ. അതിലാണെങ്കിൽ ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് ദിവ്യ പറഞ്ഞിട്ടുമില്ല. ചേച്ചി അവൾക്ക് ഇഷ്ടപ്പെടുന്നവന്റെ കൂടെ പോകുന്നു എന്നാണ് എഴുതി വെച്ചിരുന്നത്. ചേച്ചിക്ക് ഇഷ്ടം രാഹുലിനോടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ട് ദിവ്യയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അവൻ പറഞ്ഞ അവനെ കൊണ്ട് അവളെ കൊണ്ടുവരുന്ന വിദ്യ എനിക്കറിയാം. സത്യ ടെൻഷൻ അടിക്കാതിരിക്കുക. ചിലപ്പോൾ സ്ഥലം പറഞ്ഞ നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ടാവും. അവൻ എന്ത് കരുതിയാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് ദിവ്യച്ചെ കണ്ടുപിടിക്കണം. അത് അല്ല, എവിടെയാണെന്ന് രാഹുൽ പറയാത്ത സ്ഥിതിക്ക് പറയാത്തവനെ കൊണ്ട് പറയിപ്പിക്കണം. അവനെക്കുറിച്ച് അവൻ്റെ നാട്ടിലൊന്നും യാതൊരു അഭിപ്രായമില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെ അറിയാൻ പറ്റിയത്. ദിവ്യയും രാഹുലും തമ്മിലുള്ള കല്യാണം നടന്നതായി അവിടെയൊന്നും ആർക്കും അറിയില്ലെന്നും പറഞ്ഞു. എന്തായാലും ഇനി അവനെ കണ്ട വെറുതെ വിടരുത്. നിങ്ങൾ വിവരം എന്നെ അറിയിച്ചാൽ മതി. അറിയിക്കാം. എല്ലാവരോടും കളിക്കുന്ന കളി അവൻ എന്റെ കുടുംബത്തിൽ കയറി കളിച്ച പിന്നെ അവൻ ജീവനോടിരിക്കില്ല. ആരെ ഭീഷണിപ്പെടുത്തണേ? എടാ, ഞാൻ പിന്നെ വിളിക്കാം. ശരി സത്യ. ശരി. ആരായിരുന്നു ഫോണില്? ആ, അത് കുരുവി. ആരെയോ ജീവനോട് വിടില്ല എന്ന് പറഞ്ഞു. അത് ആരുടെ കാര്യം നിങ്ങൾ സംസാരിച്ചത്? അത് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചൊരു ചെന്നായുടെ. നിന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെയും കുടുംബമല്ലേ? അങ്ങനെയല്ലേ നീ പറയാറുള്ളത്? അതെ. അപ്പൊ പ്രശ്നം എന്റേതും കൂടിയാ. ആണ്. പക്ഷേ അവനോട് ഞാൻ മതി. നീ ഇപ്പോഴും പഴയ സ്വഭാവം ഒഴിവാക്കിയിട്ടില്ല അല്ലേ? കുയിലിന്റെ കൂടെ കൂടിയെന്ന് കരുതി കാക്കയുടെ സ്വഭാവം മാറില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്നെക്കുറിച്ച് സുജിതേച്ചി പറഞ്ഞതാ. ആ, അത് ശരിയായിരിക്കാം. ഈ കാക്കയുടെ സ്വഭാവം ഒഴിവാക്കിയ സത്യമില്ല, സത്യമല്ലാതാവും. അതുകൊണ്ട് തൽക്കാലം സത്യക്ക് സത്യമായേ പറ്റൂ. ആ, വിക്രമൻ റെഡിയാവും. വാ. ഹലോ ജനി. എവിടെയാ ബി? നീ എപ്പോ വരും? ജനി, ഞാനൊരു യാത്രയില്ല. എന്താ പെട്ടെന്നൊരു യാത്ര? നീ കാശിക്ക് പോവാണോ? കൊള്ളാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം വരെ പോവുക, ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ മീറ്റ് ചെയ്യാൻ. ഞാൻ തിരിച്ചെത്തിയിട്ട് കഥകൾ പറയാം. ഓക്കെ, ബൈ ഡാർലിംഗ്. ഓക്കെ, ബൈഡാ. ഈ ഫയലല്ല ഞാൻ ചോദിച്ചത്. ഇത് 2011 അല്ലേ? അതെ. എടാ, 2018 അല്ലേ ചോദിച്ചത്? എന്ന് വെച്ചാ 2011 അതല്ലേ ചോദിച്ചത്? ഓ എടാ, 2018. ഓ, അതിപ്പോ ശരിയാക്കി തരാം. ഓ, എന്നാ ഇപ്പൊ കൊണ്ടുവരാം. യെസ്. സാറിനൊരു ഗസ്റ്റ് ഉണ്ട്. ആരാ? വൺ മിസ്റ്റർ അബി. ശരി, വരാൻ പറയൂ. ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ. ഹലോ. ഹായ്, കമോൺ. താങ്ക് യു. പേടിച്ചു പോയോ? അതോ നടുങ്ങിയതാണോ? നെഞ്ചിനകത്ത് ഒരു പെടപടപ്പുണ്ടോ? പെടപടപ്പോ? എനിക്കില്ല. ഇനിയുണ്ടോ?
എന്താ സുധി, ഒരു ഫോർമാലിറ്റിക്കെങ്കിലും ഒന്ന് ഇരിക്കാൻ പറയേ. സോറി, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? പ്ലീസ്. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ കമ്പനി മൾട്ടിനാഷണൽ കമ്പനിയുമായി ജോയിൻ്റ് ആകും. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരിക്കാവൂ അല്ലേ? പകൽക്കിനാവ് കാണുന്നതിനൊക്കെ ഒരു മയമൊക്കെ വേണ്ടേ സുധി? അതിൽ രമിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും, പക്ഷേ ആശിക്കുന്നതിനൊക്കെ ഒരു അളവ് വേണ്ടേ സുധി? ഏറിയാൽ 6 മാസം, അതിനുള്ളിൽ മണിമംഗലം ബിൽഡേഴ്സ് എന്ന ഈ കമ്പനി മണ്ണിനടിയിൽ പോകും. പകരം പൊങ്ങി വരാൻ പോകുന്നത് എന്റെ കമ്പനിയായിരിക്കും. അതിന് നിന്നെ കൊണ്ടെന്നല്ല, നിന്റെ ആ എന്റെ തന്തയെ കൊണ്ടും കഴിയില്ല എന്നല്ലേ? അതെ. കാരണം എന്താണെന്നറിയോ? മണിമംഗലം ബിൽഡേഴ്സ് പണിത് ഉയർത്തിയത് മറ്റാരുമല്ല, എൻ്റെ അച്ഛൻ ചന്ദ്രദാസ. മറ്റാരുടെ അധ്വാനത്തിന്റെ വിയർപ്പും ചോരയും ഊറ്റിക്കുടിച്ചു കൊടുത്തതല്ല മണിമംഗലം ബിൽഡേഴ്സ്. പിന്നെ സുധി പകൽക്കിനാവ് കണ്ടതൊന്നും ഇന്നുവരെ പാഴായി പോയിട്ടില്ല. അതുകൊണ്ട് നീ പോയി നിന്റെ കമ്പനിയുടെ കാര്യങ്ങൾ നോക്ക്. ഇവിടുത്തെ കാര്യങ്ങളും സ്വപ്നങ്ങളും ഇവിടെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നീ നിന്റെ ജോലി നോക്ക്. ചെല്ല്. എന്റെ ജോലി എന്താണെന്നറിയൂ? നിന്നെ വാച്ച് ചെയ്യുക. ഓ, അതെയോ? അതുകൊണ്ട് നിനക്കെന്ത് കാര്യം? നിന്റെ ബിസിനസ് വളരണമെങ്കിൽ നീ ആദ്യം സത്യസന്ധമായി ജോലി ചെയ്യണം. കുറുക്കു വഴിയിലൂടെ വെട്ടിപ്പിടിക്കുന്നതെല്ലാം കുഴി കുത്തി മൂടേണ്ടി വരും. കൊള്ളാം, നിന്റെ അഡ്വൈസ് കൊള്ളാം, പക്ഷെ അത് കൊച്ചു കുട്ടികളോട് മതി. ബിസിനസ്സിൽ എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല. അല്ലെങ്കിലും പോത്തിനോട് വേദം ഊതിയിട്ട് കാര്യമില്ലെന്ന്. ആ, തെറ്റി. വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ല എന്നതല്ലേ ക്ലീറ്റസേ കറക്റ്റ്? വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും പോത്ത് പോത്തല്ലാതാവോ? പോത്തേ. ആ, പോത്തേന്ന് എന്നെയല്ലേ? എന്നാ ഈ പോത്ത് വന്നത് വെട്ടാൻ വേണ്ടി തന്നെയാടാ. സുധി, നിന്റെ ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നീ വാ. നിനക്ക് ഞാനൊരു ഉഗ്രൻ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. നീ പേടിച്ചു പോകും, നടുങ്ങും. നെഞ്ചിനകത്തൊരു പെടപെടപ്പ് പോലെ തോന്നുന്ന ഒരു ഉഗ്രൻ സർപ്രൈസ്. നടുങ്ങാൻ സമയമായിട്ടില്ല. നീ ഇപ്പോഴേ നടുങ്ങാൻ തുടങ്ങിയ പിന്നെ നീ ജീവിക്കുന്നത് എങ്ങനെയാ സുധി? അപ്പോ വരട്ടെ.
സുധി എന്തിനാ അവനെ പേടിക്കുന്നത്? അവൻ കാര്യമായി എന്തോ എനിക്കെതിരെ കരുതിയിട്ടുണ്ട്. ബിസിനസ്സിൽ സുധിയെ തോൽപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും പുകമറയുണ്ടാക്കി മാനസികമായി തളർത്താനാ ആ അഭി ശ്രമിക്കുന്നത്. സുധി അതിലൊന്നും വീണു പോവരുത്. നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ കമ്പനി ഇതുവരെ സത്യസന്ധമായിട്ടല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് കൂടിയാണല്ലോ മണിമംഗലം ബിൽഡേഴ്സ് നമ്പർ 1 ആയി തുടരുന്നത്. സത്യത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സുധി. പിന്നെ നമ്മൾ എന്തിന് ആരെ പേടിക്കണം? അഭിപക്ഷേ ബിസിനസ് കാര്യങ്ങളിലൂടെയല്ല, എൻ്റെ പേഴ്സണൽ ലൈഫ് തൊട്ടാ അവൻ്റെ കളി. അതറിയാം. അതുകൊണ്ടാണ് എനിക്ക് പേടി. അവൻ ഏറി വന്ന എന്നെ കുറിച്ച് അപവാദം പറയുമായിരിക്കും, അല്ലെങ്കിൽ എന്റെ ചേച്ചിയെ കുറിച്ച്. അത്രയല്ലേ ഉള്ളൂ. അതൊന്ന് സുധി മൈൻഡ് ചെയ്യാതിരുന്നാ മതി, പോരെ? സുധിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അടിച്ചവന്റെ അണപ്പല്ലിളക്കി താഴെ ഇട്ടാന്. അതൊന്നും ഇതിനുള്ള പ്രതിവിധിയല്ല. സുധി വിഷമിക്കാതിരിക്കെ. അവൻ വെറുതെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നതാ. നമുക്ക് നോക്കാം അവൻ എവിടം വരെ കളിക്കുമെന്ന്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത് കാണുമ്പോ എനിക്ക് എന്തോ പോലെ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരു കാര്യം ചെയ്, ഒന്നും കൂടി ദുബായിക്ക് പോയിട്ട് വാ. അപ്പൊ കുറച്ച് സമാധാനം കിട്ടുമല്ലോ. എന്റെ സുധി, ഞാൻ വെറുതെ പറഞ്ഞതാ. ദുബായിലൊന്നും പോണ്ട. മനസ്സൊന്ന് ശാന്തമാക്കാൻ ഇവിടെ പുറത്തെവിടെയെങ്കിലും ഒന്ന് പൊയ്ക്കൂടെ? വേണമെങ്കിൽ ഞാനും വരാം. ഈ രാത്രി തന്നെ പോണോ? വേണ്ട, രാവിലെ പോവാം. അതെ, പോയാലോ? ആലോചിക്കാം. ആലോചിക്കാന്ന്. സർപ്രൈസോ? അതെന്താ അത്ര വലിയ സർപ്രൈസ്? സർപ്രൈസ് എന്ന് പറഞ്ഞാ അത് ചെറുതായി പോകും. ഇത് ഇടിത്തിയ സുധിയുടെ തലയിൽ വന്ന് വീഴാനുള്ള ഒരു സൂപ്പർ ഇടിത്തി. കേട്ടപ്പോ അവൻ പേടിച്ചാണല്ലോ. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ നേരിട്ടത്, പക്ഷെ അവന്റെ നെഞ്ചിടിച്ചിൽ ഞാൻ കണ്ടതാ. അഭി കരുതി വെച്ചത് എന്തായാലും നിസ്സാര കാര്യമല്ലെന്ന് അവന് നല്ലതുപോലെ ബോധ്യമുണ്ടാവും. എന്താ രഹസ്യം? എന്നോട് പറയാൻ പറ്റില്ലേ? പറയും. അതിനി അധികം താമസം ഉണ്ടാവില്ല. അഭി എന്തായാലും മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നോട് പറയില്ലെന്നറിയാം. അതൊരിക്കലും നടക്കാതിരിക്കില്ലെന്നും അറിയാം. സുധിയൊന്ന് താഴ്ന്നു നിന്നാൽ അവന്റെ തലയിൽ ചവിട്ടി എനിക്ക് രക്ഷപ്പെടാം. അവൻ താഴില്ലെന്നറിയില്ലേ? താഴാത്തവനെ ചവിട്ടി താഴ്ത്തണം. അതിനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. അടുത്ത വർഷത്തെ ബെസ്റ്റ് ബിസിനസ് എക്സലൻസി അവാർഡ് നമ്മുടെ കമ്പനിക്കായിരിക്കണം. അതുമാത്രം പോരാ, ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡും ബെസ്റ്റ് കപ്പിൾസ് അവാർഡും നമുക്ക് തന്നെ ആയിരിക്കണം. എന്നിട്ട് വേണം ആ സത്യയുടെയും സുധിയുടെയും മുൻപിലൂടെ നമുക്കൊന്ന് കൈകോർത്ത് നടക്കാൻ. നമ്മൾ നടക്കും, നീ നോക്കിക്കോ. കരുതി വെച്ച ബോംബ് സുധിയുടെ തലയിൽ വീഴുന്നതോടെ അവൻ ടെൻഷനാകും. ടെൻഷൻ പിടിച്ചവൻ ഭ്രാന്തനാകും. ഭ്രാന്തനാക്കി മാറ്റും ഞാൻ. അതോടെ കസ്റ്റമേഴ്സ് ഏത് പ്രോജക്റ്റ് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവത്തിൽ ഉന്മത്തനായ അലയും സുധി. മണിമംഗലം ബിൽഡേഴ്സിന്റെ കണ്ണാണ് സുധി. ആ കണ്ണ് ഞാനങ്ങ് കുത്തിപ്പൊട്ടിച്ച് കളയാൻ പോവുക. പിന്നെ ഒന്നാമനായ സുധി 100-ആമനാകുന്നതും 2-ആമൻ 1-ആമനാകുന്നതുമായ കാഴ്ച നിനക്ക് കാണാം. ഞാൻ വെയിറ്റ് ചെയ്യാം.
നമുക്ക് അബിയുടെ പുതിയ ഗസ്റ്റ് ഹൗസിൽ പോയാലോ? ഇപ്പോഴോ? അതിനെന്താ? ഗസ്റ്റ് ഹൗസ്? എന്താ നീ ഒളിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. എങ്കിൽ പിന്നെ പോകുന്നുണ്ടെന്താ? പോകാം, സമയമായിട്ടില്ല. സമയമായിട്ടില്ലെന്നോ? നമുക്കിടയിൽ സമയത്തിന് എന്ത് സ്ഥാനം? സമയത്തിന് സ്ഥാനമില്ല, പക്ഷേ ഗസ്റ്റ് ഹൗസിന് സ്ഥാനമുണ്ട്.